Good afternoon. Good afternoon. Okay, നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? എവിടെ വരെയാ എടുത്തത് നമ്മള്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് പറഞ്ഞില്ലായിരുന്നോ? അത് കംപ്ലീറ്റ് ആയില്ലേ? അത് കംപ്ലീറ്റ് ആയില്ലേ? ഓ, വർക്ക് ഫോഴ്സ് കംപ്ലീറ്റ് ആയി അല്ലെ? ഓക്കെ, വായിച്ചിരുന്നോ? വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ ആ ഭാഗം? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ ആ ഭാഗമൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളായിട്ട് ആരൊക്കെയുണ്ട്? അപ്പൊ വർക്ക് ഫോഴ്സിൽ തന്നെ വരുന്നവരാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും കൂടി ഈ ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളിൽ ആകെ 2 വ്യക്തികളാണ് ഇവിടെ പരാമർശിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ക്ലർക്കും രജിസ്ട്രേഷൻ ക്ലർക്ക് ഓർ അഡ്മിഷൻ ക്ലർക്ക് എന്നാണ് കേട്ടോ. രജിസ്ട്രേഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലർക്ക് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള മെഡിക്കൽ പരമായിട്ടുള്ള റെക്കോർഡുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് അത് ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലർക്ക് രജിസ്ട്രേഷൻ വരുന്ന കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളിൽ ഇവരൊക്കെയാണ് വരുന്നത്. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക് ഓർ അഡ്മിഷൻ ക്ലർക്ക് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകളാണ്. അപ്പൊ എന്തൊക്കെ റെക്കോർഡുകൾ ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഏതൊക്കെ റെക്കോർഡുകൾ അവിടെ നിലനിർത്തേണ്ടതായിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, റെക്കോർഡ്സിൽ വരുന്നത് ഫസ്റ്റ് പേഷ്യന്റ് റെക്കോർഡ്. എന്തായിരിക്കും പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുമ്പോ? കാഷ്വാലിറ്റിയിൽ വരുന്ന എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡുകൾ സൂക്ഷിക്കാം അല്ലെ? ഇപ്പൊ ഓരോ പേഷ്യൻസിന്റെയും റെക്കോർഡുകൾ എന്ത് ചെയ്യാം? പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അത് കൃത്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക. അതാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്. രണ്ടാമത്തത് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. കാഷ്വാലിറ്റിയിൽ വെച്ച് മരണപ്പെടുന്ന പേഷ്യൻസിന്റെ എത്ര മരണം സംഭവിച്ചു, ആരൊക്കെയാണ് മരണപ്പെട്ടത് മുതലായ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. എന്താ? വരുന്ന പേഷ്യൻസിന്റെ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഫോളോ അപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കും, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. ദെൻ റെഫറൽ റെക്കോർഡ്. ഇനി പേഷ്യൻസിനെ എവിടേക്കെങ്കിലും റെഫർ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ, റെഫറൽ കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതിന് വേണ്ടി റെഫറൽ റെക്കോർഡ് ഉണ്ടായിരിക്കും. ദെൻ ട്രീറ്റ്മെന്റ് റെക്കോർഡ്. കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ രേഖപ്പെടുത്തി ഓരോ പേഷ്യൻസിനും എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ളത് രേഖപ്പെടുത്തി വെക്കുന്ന ട്രീറ്റ്മെന്റ് റെക്കോർഡ് ഉണ്ടായിരിക്കും. ദെൻ മൈനർ OT റെക്കോർഡ്. മൈനർ ഓപ്പറേഷൻ തിയേറ്റർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൈനർ OT റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ഇപ്പോ ചെറിയ മൈനർ സർജറീസോ ഇപ്പൊ ഫോറിൻ ബോഡിയോ കാര്യങ്ങളോ റിമൂവ് ചെയ്യലാവാം, അല്ലെങ്കിൽ തുന്നലുകൾ സ്വിച്ചറിങ് ആവാം, അല്ലെങ്കിൽ ഇപ്പോ
എന്തെങ്കിലും രീതിയിലുള്ള എന്താണ് ഇൻസിഷൻസ് മുറിവുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുന്നലുമായി ബന്ധപ്പെട്ടോ അങ്ങനെ മൈനർ ആയിട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള സർജറി കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നവ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ. അതുപോലെ തന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് പേഷ്യൻസിന് ആ ഒരു കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ വെച്ച് എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അതുവഴി പേഷ്യൻസിന് എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയും രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. ആ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ കാറ്റഗറിയിലുമുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടും അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. അവിടെ ആ ഒരു കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ഡോക്ടർക്കും സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടേഴ്സിനും വേണ്ടിയിട്ടുള്ള രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓൾ ഡോക്യുമെന്റ്സ്, എക്സാമ്പിൾ അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ് മുതലായവ എല്ലാ ഡോക്യുമെന്റ്സും സൂക്ഷിക്കാൻ വേണ്ടി. എന്തൊക്കെ ഡോക്യുമെന്റ്സാ? അഡ്മിഷൻ കാർഡുകള്, കേസ് ഷീറ്റുകള്, അതുപോലെ തന്നെ ഡ്രഗ്സ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് മുതലായ ഫോമുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ്. അതുപോലെ തന്നെ MLC റെക്കോർഡ്. എന്താ MLC റെക്കോർഡ്? MLC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ? മെഡിക്കോ ലീഗൽ കേസസ്. കേട്ടിട്ടുണ്ടോ? അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോട്ടോ, ചിലർക്ക് അത് പരിചയം ഉണ്ടാവില്ല. മെഡിക്കോ ലീഗൽ കേസസ്. എന്താണ് ഒരു മെഡിക്കോ ലീഗൽ കേസസ്? MLC എന്ന് പറഞ്ഞ മെഡിക്കോ ലീഗൽ കേസ് ആണ്. അത് ഇനി നമ്മൾ വേറെ ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? മെഡിക്കൽ കേസ് തന്നെ അല്ലെ, റിക്വയറിംഗ് ഒരു ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായി വരുന്ന, നിയമപരമായിട്ടുള്ള ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ ആവശ്യമായി വരുന്ന, ഒരു ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായി വരുന്ന മെഡിക്കൽ കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു എക്സാമ്പിൾ പറയാമോ? ഒരു മെഡിക്കോ ലീഗൽ കേസിന്, ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായി വരുന്ന ഒരു മെഡിക്കൽ കേസിന് എക്സാമ്പിൾ പറയാം. ആക്സിഡന്റ് പറയാം അല്ലെ. ഒരുപാട് കേസുകളുണ്ട് കേട്ടോ, അത് ഏത് വേണമെങ്കിലും പറയാം. എന്താണ്? ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറയാം, ഇപ്പൊ റേപ്പ് പറയാം, പോയിസണിങ് പറയാം, എന്തെങ്കിലും അസാൾട്ട് ആക്രമണങ്ങൾ പറയാം, ആക്സിഡന്റുകൾ പറയാം, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായി വരുന്ന മെഡിക്കൽ കേസുകളെയാണ് നമ്മുടെ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് MLC റെക്കോർഡ് വിത്ത് മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡ് കാഷ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓൾ ദ ഡയഗ്നോസ്, അത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട രോഗനിർണയവുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ട റിസൾട്ടുകള് മുതലായവയൊക്കെ CMOയുടെ കാഷ്വാലിറ്റിയിലുള്ള എന്താണ് ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ കീഴില് ലോക്ക് ആൻഡ് കീ സംവിധാനത്തില് സൂക്ഷിക്കണം എന്നുള്ളതാണ്. MLC റെക്കോർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ലീഗൽ റെക്കോർഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിന്നീട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാല് ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു എവിഡൻസ് ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു പേഷ്യന്റ് വന്ന സമയം, ഡേറ്റ്, അതുപോലെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയ സമയം, ഡേറ്റ്, അതിനിടയിൽ അവർക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് രോഗവുമായി വന്നിരിക്കുന്നത്, ഇപ്പൊ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങളുണ്ട്, എന്തൊക്കെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ആ മുറിവിന്റെ ആഴം, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഈ കേസ് ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എവിഡൻസ് ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ പിന്നീട് എന്തെങ്കിലും ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും അലിഗേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ വന്നാൽ അവർക്ക് ഇതൊരു തെളിവായിട്ടും കാണിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വളരെ എന്താണ് സുരക്ഷിതമായിട്ടൊക്കെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഈ മെഡിക്കോ ലീഗൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ അല്ലെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ എന്താണ് കീഴില് ഒരു ലോക്ക് ആൻഡ് കീ സംവിധാനത്തില് ഇത്തരം മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നു. മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ഇപ്പൊ ആക്സിഡന്റ്, ട്രോമ, വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ, ഇപ്പൊ മുകളിൽ തള്ളിയിട്ട് അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാലോ, അസോൾട്ട് എന്താണ് ആക്രമണങ്ങള്, റേപ്പ്, അതുപോലെ തന്നെ പോയിസണിങ്, വിഷബാധകള്,
unconscious brought dead should be stamped as MLC. ഇപ്പൊ അബോധാവസ്ഥയിൽ വരുന്ന പേഷ്യൻസ് അങ്ങനെയുള്ള ബ്രോഡ് ഡെഡ്, അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള അബോധാവസ്ഥയിലുള്ളവരാവാം, അല്ലെങ്കിൽ ഇപ്പൊ മരണപ്പെട്ടിട്ട് കൊണ്ടുവരുന്നവരാവാം, വരുന്ന വഴിക്ക് മരണപ്പെട്ടു പോയവർ, അങ്ങനെയുള്ള എന്തൊരു കേസ് ആണെങ്കിലും അതെല്ലാം നമ്മുടെ മെഡിക്കോ ലീഗൽ കേസിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ that deed should be stamped as MLC. അപ്പൊ ഇത്തരം കേസുകൾ ഒരു കാഷ്വാലിറ്റിയിലേക്ക് വന്നാൽ അത് നിർബന്ധമായിട്ട് MLC ആയിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പോലീസ് ഇന്റിമേഷൻ ബുക്ക്, അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം കേസസ് വന്നാൽ ഉടനെ അത് നമ്മൾ ആരെ അറിയിക്കണം, ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ഉടനെ ആരെ അറിയിക്കുകയും വേണം, പോലീസിനെ ഇത് അറിയിക്കുകയും വേണം. അപ്പൊ അങ്ങനെ പോലീസിനെ അറിയിക്കുമ്പോ ആ ഒരു പോലീസ് ഇന്റിമേഷൻ ബുക്കില് അത് കൃത്യമായിട്ട് ഏതൊക്കെ MLC ഇതാണ് ഇൻഫർമേഷൻസ് പോലീസിലേക്ക് നമ്മൾ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ റെക്കോർഡ് നമുക്ക് ആ ഒരു പോലീസ് ഇന്റിമേഷൻ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇത്രയും എന്താണ് ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് സൂക്ഷിക്കേണ്ട റെക്കോർഡുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന റെക്കോർഡുകൾ ഏതൊക്കെ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതില് പേഷ്യൻസിന്റെ റെക്കോർഡ്, കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട മരണം സംഭവിച്ചവരുടെ രജിസ്റ്റർ, ഒബ്സർവേഷനും ഫോളോ അപ്പുകളും നടത്തിയതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകള്, റെഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്, ആ കാഷ്വാലിറ്റിയിലുള്ളിൽ വെച്ച് പേഷ്യൻസിന് കൊടുത്ത ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ്, മൈനർ OT റെക്കോർഡ്, മൈനർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സോ സർജറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നലുകളോ മറ്റെന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് റിമൂവലോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ, അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള സേഫ്റ്റി ഹസാർഡ്സോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോമുകളും അതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട അറ്റൻഡൻസ് രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡ്യൂട്ടി ഡോക്ടർ, ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോമുകൾ മുതലായവ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ MLC റെക്കോർഡ്, മെഡിക്കോ ലീഗൽ കേസസ് റെക്കോർഡ് വിൽ ഓൾ ദ ഡയഗ്നോസിസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ആൻഡ് കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ കേസ് കീ അണ്ടർ CMO കാഷ്വലി. സാധാരണയായിട്ട് CMO, അതായത് ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ ലോക്ക് ആൻഡ് കീ സംവിധാനത്തില് ഈ MLC റെക്കോർഡ്, മെഡിക്കോ ലീഗൽ കേസ് റെക്കോർഡുകൾ, അവരുടെ ആ ഒരു റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ അവർക്ക് നമ്മൾ എന്തൊക്കെ രോഗനിർണയം നടത്തിയിട്ടുണ്ടോ, എന്തൊക്കെ പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഈ മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നതാണ് ആക്സിഡന്റ്, ട്രോമ, അസൾട്ട്, റേപ്പ്, പോയിസണിങ്, അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ്, കൊണ്ടുവരുന്ന സമയത്ത് മരണപ്പെട്ടു പോകുന്നത്, ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആസ് MLC. ഇവയെല്ലാം MLC എന്ന കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പോലീസ് ഇന്റിമേഷൻ ബുക്ക്. അപ്പൊ ഇത്തരത്തിലൊരു MLC കേസ് നമ്മുടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്താൽ ഉടനെ തന്നെ അത് പോലീസിന് അറിയിപ്പ് കൊടുക്കുകയും വേണം. അപ്പൊ അതിന് വേണ്ടി അങ്ങനെ പോലീസിന് ഇന്റിമേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് വേണ്ട മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സ് ആണ്. ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആണോ? ആ MLCയുടെ എക്സ്പാൻഡ് ഫോം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് അപ്പൊ പിന്നീടൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ MLCയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം MLCയുടെ എക്സ്പാൻഡ് ഫോം കേട്ടോ. താഴെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ റെക്കോർഡുകള്. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്ത് പോവാം. ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? കിട്ടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? കിട്ടിയില്ല? കുറെ ആയോ ഓർഡർ ചെയ്തിട്ട്? സർഫസ് കുറെ ആയോ ഓർഡർ ചെയ്തിട്ട്? ഒത്തിരി ദിവസമായോ?
1 വീക്ക് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എത്തും കേട്ടോ. ഡിസ്റ്റൻസിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവരൊക്കെ നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ട് നേരത്തെ അവർക്ക് കിട്ടിയത് കേട്ടോ. ഓർഡർ ചെയ്യുന്നതനുസരിച്ചായിരിക്കും അയക്കും കേട്ടോ. അപ്പൊ അത് ദൂരേക്ക് ഡിസ്റ്റൻസിനനുസരിച്ചൊക്കെ ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല എങ്കിൽ അതിനനുസരിച്ച് ഒന്ന് ഇവിടെ ഒന്ന് അന്വേഷിക്കാം കേട്ടോ. അയച്ചോ എന്താണെന്നൊക്കെ ഉള്ളതിന്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ച് കഴിഞ്ഞോ? ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വിച്ച് ആർ. ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റിയുടെ പ്രധാന ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. എന്താ, വളരെ ഉടനെ തന്നെ അല്ലെ, ഉടനടി കൃത്യമായിട്ടുള്ള ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ, എന്താ, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പരിചരണം ഉടനടി കൃത്യതയോടുകൂടി നൽകുക എന്നതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ, വളരെ കൃത്യതയോടുകൂടിയുള്ള ആരോഗ്യം എന്താണ്, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യ പരിചരണം വളരെ ഉടനടി വളരെ കൃത്യതയോടുകൂടിയും നൽകുക. രണ്ടാമത്തത്, ടു ലേസ് വിത്ത് ദ കോർട്സ് ആൻഡ് പോലീസ് ഇൻ മെഡിക്കോ ലീഗൽ കേസസ് whenever required. എന്താ, ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം സൂക്ഷിക്കുക എന്നുള്ളതാണ്. വിത്ത് ദ കോർട്ട്, അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട മെഡിക്കോ ലീഗൽ കേസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായി വരുന്ന കേസുകളാണ് അല്ലെ. അത്തരത്തിലുള്ള മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരികയാണെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടും പോലീസുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്ത് പോവുക. മനസ്സിലായോ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മൂന്നാമത്തത്, ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസസ് ഫോർ പ്രീ ഹോസ്പിറ്റൽ കെയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ആംബുലൻസ് സേവനങ്ങൾ നൽകുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഹോസ്പിറ്റൽ കെയർ, പ്രീ ഹോസ്പിറ്റൽ കെയർ, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപുള്ള പരിചരണങ്ങൾക്ക് വേണ്ടിയിട്ടും ട്രാൻസ്പോർട്ട്, പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് വരാനും അവിടെ നിന്ന് തിരികെ പോവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സേവനങ്ങൾ നൽകുക. നാലാമത്തത്, to fulfill the role of information and communication center, especially during disasters. ഇപ്പോൾ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള ദുരന്തങ്ങളൊക്കെ നടക്കില്ലേ, നമ്മുടെ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ബേസ് ചെയ്ത് വരുന്ന ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിലെ ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്ന ഒരു കേന്ദ്രം, ഇപ്പൊ ഇൻഫർമേഷൻസ് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അത്തരത്തിലുള്ള റോളുകൾ കൃത്യമായിട്ട് നിറവേറ്റുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ എഡ്യൂക്കേഷൻസ്, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുക, റിസർച്ച് ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക. അപ്പൊ ഈ അഞ്ചെണ്ണവും ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വൈദ്യപരിചരണം വളരെ കൃത്യതയോടുകൂടിയും ഉടനടിയും നൽകുക. രണ്ടാമത്തെ പോയിന്റ്, ടു ലേസ് വിത്ത് ദ കോർട്ട് ആൻഡ് പോലീസ് ഇൻ മെഡിക്കോ ലീഗൽ കേസസ് whenever required. ആവശ്യമായി വരികയാണെങ്കിൽ മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് കോടതിയുമായിട്ടും പോലീസുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. മൂന്നാമത്തത്, ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസസ് ഫോർ പ്രീ ഹോസ്പിറ്റൽ കെയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ്
ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. എന്താ, പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് മുൻപ് തന്നെ എത്തുന്നതിന് മുൻപുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള പരിചരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയും, അതുപോലെ പേഷ്യൻസിന് ട്രാൻസ്പോർട്ടേഷൻ ഹോസ്പിറ്റലിലേക്ക് വരാനും അവിടെ നിന്ന് തിരികെ പോവാനും ആവശ്യമായ ആംബുലൻസ് സേവനങ്ങൾ പേഷ്യൻസിന് നൽകുക. നാലാമത്തത്, to fulfill the role of information and communication center, especially during disaster. വലിയ രീതിയിലുള്ള ദുരന്തങ്ങളോ കാര്യങ്ങളോ നമ്മുടെ ഒരു പ്രദേശത്ത് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള, ഒരു ആശയവിനിമയം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സെന്റർ അല്ലെങ്കിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആ ഒരു റോള് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിറവേറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ അഞ്ചാമത്തത്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് അവർക്ക് നൽകുക, ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് മുൻകൈയെടുത്ത് നടത്തുക. ക്ലിയർ ആണോ? ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഡൗട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? ഫങ്ഷൻസ് ക്ലിയർ ആണോ? 5 പോയിന്റ്സോ ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. അപ്പൊ ഒരു കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, the ED must be organized and administered to meet the healthcare needs of its population. എന്താണ് ED? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഗുഡ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി ഓർഗനൈസ്ഡ്. എപ്പോഴും വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യ പരിചരണ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ നല്ല സർവീസുകളും നൽകണം. വേണ്ടേ? അപ്പൊ ഒരു കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? എന്താണ്? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ക്രമീകരിച്ചായിരിക്കണം ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല ക്രമീകരണം അവിടെ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് വരുന്ന അവിടെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള അത് നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടോ എന്ന് ആരുറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. അപ്പൊ ഒരു കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന പേഷ്യന്റിന് ഒരു കൃത്യമായ ഒരു ഓർഗനൈസേഷൻ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് ആ വരുന്ന പേഷ്യൻസിന്റെ എല്ലാവരുടെയും ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ സേവനങ്ങൾ നൽകുകയും വേണം. അപ്പൊ അത്തരത്തില് ആ ഒരു നല്ല സേവനങ്ങളും നൽകുന്നുണ്ടോ, നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു കാഷ്വാലിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാ ഉറപ്പുവരുത്തേണ്ടേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഒരു കാഷ്വാലിറ്റിയില് നല്ല രീതിയിലുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാം ക്രമീകരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അതിനനുസരിച്ച് വരുന്ന ഓരോ പേഷ്യൻസിനെയും ആരോഗ്യ പരിചരണ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് സേവനങ്ങൾ നൽകുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ്, operation of ED
must be guided by written policies and procedures. അതുപോലെ തന്നെ ഏതൊരു ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള written പോളിസികളും പ്രൊസീജിയേഴ്സും ഉണ്ടാകും. അവർ രേഖാമൂലമുള്ള അവർ പാലിക്കേണ്ട, ആ ഡിപ്പാർട്ട്മെന്റ് പാലിക്കേണ്ട നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാകും. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവര് പ്രവർത്തിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവര് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള ഇത്തരത്തിലുള്ള നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണോ ഇതിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള നയങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? Okay. Third point, medical and the nursing director of hospital, along with appropriate integration of ancillary services, must ensure quality and safety in ED. എന്താ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ പരമായിട്ടുള്ളതിൽ നിന്നും അവരുടെ ഹെഡ്, അതുപോലെ നഴ്സിംഗ് ഡയറക്ടർ മുതലായവരും അനുയോജ്യരായിട്ടുള്ള ആൻസിലറി സർവീസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവ് സർവീസുകൾ കൊടുക്കുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സർവീസുകൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്നതാണ് ആൻസിലറി സർവീസ്. ഇപ്പോൾ ഒരു ഫുഡ് സർവീസ് ആയിരിക്കാം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ ക്ലീനിങ് ഹൈജീനും എന്താണ് നമ്മുടെ ഹൈജീനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സ്റ്റാഫുകളായിരിക്കാം, അതുപോലെ തന്നെ ഇപ്പൊ ലോണ്ടറിയുമായി ബന്ധപ്പെട്ടായിരിക്കാം. അപ്പൊ അങ്ങനെ പല പല സപ്പോർട്ടീവ് സർവീസുകൾ, ലബോറട്ടറി അങ്ങനെയുള്ളതൊക്കെ സപ്പോർട്ടീവ് സർവീസ്, ക്ലിനിക്കൽ സർവീസുകൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചികിത്സ നൽകുമ്പോൾ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടേഴ്സ് ഹോസ്പിറ്റലുള്ള അവരുടെ ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനത്തിലൂടെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിറ്റിയും സേഫ്റ്റിയും ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഈ ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് നല്ല ക്വാളിറ്റിയും സേഫ്റ്റിയും നല്ല ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടേഴ്സും അതുമായി അനുബന്ധമായിട്ടുള്ള ആൻസിലറി സപ്പോർട്ടീവ് സർവീസിൽ നിന്നുള്ള ആളുകളും തമ്മിൽ നല്ലൊരു സംയോജനത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി നല്ല രീതിയിൽ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് 3 പോയിന്റ്സ് ഒക്കെ ആണോ? ആണോ? എന്താണ് അപ്പൊ ഇതിന് മനസ്സിലായില്ല? എന്താണോ? ഓക്കെ, ഒരു 5 പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം കേട്ടോ. ഫോർത്ത് പോയിന്റ് പറയുന്നത് appropriateness of emergency care are continually monitored and evaluated. അതുപോലെ തന്നെ വളരെ അനുയോജിത ഇപ്പൊ അടിയന്തര പരിചരണം ആവശ്യമായി വരുന്നതിന്റെ ആ ഒരു അനുയോജിത കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. അപ്പൊ വരുന്ന പേഷ്യൻസിൽ ആർക്കൊക്കെ അടിയന്തരമായിട്ടുള്ള ആ ഒരു വൈദ്യ പരിചരണം ആവശ്യമായി വരുന്നുണ്ട്, അവർക്ക് ഏതൊക്കെ ആൾക്കാർക്കാണ് അനുയോജ്യമായിട്ടുള്ള വൈദ്യ പരിചരണം വേണ്ടത്, അതിനനുസരിച്ച് അത് ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ അത് തുടർച്ചയായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയും തുടർച്ചയായിട്ട് വിലയിരുത്തുകയും വേണം. അപ്പൊ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 5ാമത്തെ പോയിന്റ്, the medical director should oversee all aspects of the practice of emergency medicine in ED. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ എമർജൻസി മെഡിസിനുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് അല്ലെങ്കിൽ രീതികള് അതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും കൃത്യമായിട്ട് ഓവർസീ ചെയ്യുക എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക. അത് മേൽനോട്ടം വഹിക്കേണ്ടത് മെഡിക്കൽ ഡയറക്ടറാണ്. അപ്പൊ മെഡിക്കൽ ഡയറക്ടർ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ 5 പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? എന്താ നമ്മൾ പറഞ്ഞേ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൃത്യമായ ക്രമീകരണങ്ങളോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇത്തരം ക്രമീകരണങ്ങൾക്ക് അനുസൃതമായിട്ട് വരുന്ന പോപ്പുലേഷനിലെ ഓരോ
പേഷ്യൻസിനും അവരുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ആ ഒരു ആവശ്യകത നിറവേറ്റുന്ന രീതിയിലുള്ള സേവനങ്ങൾ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ രേഖാമൂലമുള്ള നയങ്ങളും നടപടിക്രമങ്ങളും പ്രകാരമാണോ, അത് ഫോളോ ചെയ്തുകൊണ്ടാണോ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തത് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ മുതലായവരും അതിനോട് അനുബന്ധമായിട്ടുള്ള ആൻസിലറി സർവീസുകളുമായി ബന്ധപ്പെട്ട ആളുകളും ഒരു വളരെ സംയോജിതമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതിലൂടെ ഈ ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് ക്വാളിറ്റിയും സേഫ്റ്റിയും ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? എമർജൻസി കെയർ വരുന്ന ഓരോ പേഷ്യൻസിനും അടിയന്തര പരിചരണം ആവശ്യമായി വരുന്നതിന്റെ ആ ഒരു അനുയോജ്യത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞത് മെഡിക്കൽ ഡയറക്ടർ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എമർജൻസി മെഡിസിൻസിന്റെ കൈകാര്യം ചെയ്യലും അതിന്റെ രീതിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും മേൽനോട്ടം വഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ആ ഒരു 5 പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കി. ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് അടുത്തത്, all new staff members should get a formal orientation program that addresses. അപ്പൊ അതായത് എല്ലാ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനും should get a formal orientation program that addresses. അപ്പൊ അവർക്ക് എല്ലാവർക്കും പുതിയതായിട്ട് നിയമിതരായിട്ടുള്ള കാഷ്വാലിറ്റിക്ക് പുതിയതായിട്ട് ഏതൊക്കെ സ്റ്റാഫുകള് നിയമിതരായിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കിട്ടും. അതിനെപ്പറ്റി അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് ദ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു സ്ഥാപനത്തിന്റെ ദൗത്യം എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി ED. ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ SOP എന്ന് പറയാറുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദ ED സ്റ്റാഫ്. ഈ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിന്റെയും ഉത്തരവാദിത്തങ്ങൾ. Then staff must improve their personal knowledge and skill. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് must improve their personal knowledge and skill. അവരുടെ പേഴ്സണൽ നോളജും സ്കില്ലും ഒക്കെ ഇംപ്രൂവ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം അവിടെയുള്ള പുതിയതായിട്ട് വരുന്ന എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും നൽകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഔപചാരികമായിട്ടുള്ള ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നൽകുമ്പോൾ ആ പുതിയതായിട്ട് വന്ന സ്റ്റാഫ് മെമ്പേഴ്സിന് ആ ഒരു സ്ഥാപനത്തിലെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിന്റെയും ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് ആ പുതിയതായിട്ട് വന്ന പൊസിഷന്റെ ഉത്തരവാദിത്തങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതുപോലെ തന്നെ സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പേഴ്സണൽ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. അപ്പൊ അവരുടെ പ്രൊഫഷണൽ നോളജും സ്കില്ലും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ മെച്ചപ്പെടുത്താനും അവസരങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സിന് നൽകുന്നുണ്ടോ, അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. Then trials and screening of each patient must be performed by a physician or trained RN with EMT എന്നാണ് കേട്ടോ. trained RN എന്നാണ്, രജിസ്റ്റേർഡ് നഴ്സ്, അതുപോലെ തന്നെ EMT എന്താ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, പറഞ്ഞില്ലായിരുന്നോ? RN ഉം EMT യും പറഞ്ഞില്ലേ? രജിസ്റ്റേർഡ് നഴ്സ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സോ അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഫിസിഷ്യനോ ആ ഒരു പേഷ്യന്റ് വരുമ്പോ ഓരോ പേഷ്യൻസിന്റെയും ട്രേജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ അതിനനുസരിച്ച് സ്ക്രീനിങ് കാര്യങ്ങളും നടത്തി പേഷ്യൻസിന് ഓരോ സെക്ഷനിലേക്ക് തിരിച്ചുവിടാവുന്നതാണ്. അപ്പൊ അത്തരത്തില് ഫിസിഷ്യൻ ആയിക്കോട്ടെ, ട്രെയിൻഡ് RN അതായത് രജിസ്റ്റേർഡ് നഴ്സ് ആയിക്കോട്ടെ, EMT എന്താ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എലിജിബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. അവിടെ പേഷ്യന്റ് ആയി വരുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും വളരെ വ്യക്തവും അതുപോലെ തന്നെ ഉചിതവുമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് സ്ഥാപിക്കുക. അത് കൃത്യമായിട്ട് അത്തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡ് അവിടെ സ്ഥാപിക്കുന്നുണ്ടോ, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ദ മിനിമം സെറ്റ് ഓഫ് SOPs ഷുഡ് ബി അവൈലബിൾ ഫോർ. അപ്പൊ അത് നമുക്ക് അടുത്തത് പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും വരെ ഒന്നുകൂടി നോക്കാം. രണ്ടാമത്തെ സെക്ഷൻ ആണ് മിസ് പറയുന്നത്. നോക്കിയേ, ഓൾ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്, അവിടെ പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനും ഒരു ഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ നൽകുന്നുണ്ട്. അപ്പൊ അത്തരം ഓറിയന്റേഷൻ പ്രോഗ്രാമുകളിൽ ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മിഷൻ എന്താണ്, ദൗത്യം എന്താണ്, അതുപോലെ തന്നെ അവിടെ ആ ഒരു എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫുകള് അവരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ സ്റ്റാഫ്സ് അവരുടെ പ്രൊഫഷണൽ നോളജും സ്കില്ലും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനും നൽകുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന ഒരു പേഷ്യന്റിനെ ട്രേജുമായി ബന്ധപ്പെട്ട അവരുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സോ EMT ടെക്നീഷ്യനോ ആയിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ട് ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ ട്രയൽസും സ്ക്രീനിങ്ങും ഒക്കെ ഓരോ പേഷ്യൻസിനും നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെയും കൃത്യമായിട്ടുള്ള വ്യക്തവും ഉചിതവുമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളും സ്ഥാപിക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. അത്തരത്തിൽ ആ മെഡിക്കൽ റെക്കോർഡുകൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ അല്ലേ? ശരി. വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്?
ശ്രീകുട്ടിയുണ്ട്. വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിലവിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാൾ മാത്രമേ ഉള്ളോ? ഹോസ്പിറ്റലിൽ തന്നെയാണോ? ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നേ? റിസപ്ഷനിലാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിൽ ഇരുന്നുകൊണ്ടാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേ? ഡ്യൂട്ടിയിലാണോ ഇപ്പോ? മെറ്റേണിറ്റി ലീവ് ആണ്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നമ്മുടെ പറവൂർ ഏരിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടുത്തൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീകുട്ടിയോട് തന്നെ എവിടെയാണ് സ്ഥലം? എളന്തിക്കര. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ദൂരെയാണോ? സ്ഥലങ്ങളൊക്കെ ദൂരെയായിരിക്കും അല്ലെ? ഓ, ശ്രീനാരായണയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? ഓക്കെ ശരി, ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ അധികം പരിചയപ്പെട്ടിട്ടൊന്നുമില്ല, അതിനുള്ള ടൈമും ഇല്ല, അതുകൊണ്ടാട്ടോ. കൂടുതലും നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ടീച്ചേഴ്സ് അധികം സംസാരിക്കാത്തത് അതുകൊണ്ടാണ്. നമുക്ക് നിങ്ങളെ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് അറിയണം, വിശേഷങ്ങളൊക്കെ ചോദിക്കാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടുണ്ടോ? റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടുണ്ടോ? നമ്മൾ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇല്ലേ? ഒരുപാട് കുട്ടികൾ റെക്കോർഡ് ക്ലാസ്. ഇപ്പൊ നിങ്ങളിൽ ഭൂരിഭാഗം പേരും, അതിൽ കുറെ ആളുകളുണ്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൽ, പക്ഷെ അതിൽ ഭൂരിഭാഗം പേരും റെക്കോർഡ് ക്ലാസ്സുകൾ പ്രിഫർ ചെയ്ത് വരുന്നവരാണ്. ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് റെക്കോർഡ് ക്ലാസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചിരുന്നത് കൊണ്ട് അവർക്ക് ഇതിനൊരു പ്രയോജനമില്ല അല്ലെ? ചിലപ്പോൾ അവർ വളരെ സമയം കഷ്ടപ്പെട്ട് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് അവരിയ്ക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് അതിന്റെ ആ ഒരു ക്ലാസ് അല്ലേ കിട്ടേണ്ടത് അല്ലെ? ആ 1 മണിക്കൂർ അവർ അറ്റൻഡ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണല്ലോ അവർക്ക് അത് കിട്ടേണ്ടത് അല്ലെ? അല്ല നമുക്ക് ലൈവ് ക്ലാസ് ഉള്ളവർക്ക് അത് കുഴപ്പമില്ല, നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവർക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആവാനൊക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഒന്ന് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ബോറിംഗ് മാറ്റാനും അതിനിടയിൽ ഒന്ന് റിഫ്രഷ് ആവാനൊക്കെ ഹെൽപ്പ് ആയിരിക്കും. പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അത് ആവശ്യമില്ല, ഇത്തരത്തിലുള്ള സംസാരം അവർക്ക് വേണ്ട അല്ലെ? അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സും തരാം, കാരണം വളരെ കുറച്ച് പരിമിതമായ സമയത്തിനുള്ളിലാണ് അവരിത് നോക്കുക. അപ്പൊ ആ സമയത്തിനുള്ളിൽ മാക്സിമം അവർക്ക് അതിൽ നിന്ന് ഇത് കിട്ടാൻ പറ്റും, നമ്മുടെ കണ്ടന്റ് എന്ത് കിട്ടാൻ പറ്റും, സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമ്മൾ ഒരുപാട് സംസാരിക്കുകയും അവരുടെ ക്ലാസ് കുറവ് എടുത്തിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മിക്കപ്പോഴും ടീച്ചേഴ്സ് നമ്മൾ അധികം സംസാരിക്കാത്തതും. അതുപോലെ തന്നെ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്യാനൊക്കെ മുമ്പ് ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഡിസ്കഷൻസ് നടത്താറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതലും മ്യൂട്ട് ചെയ്ത് വെക്കുന്നത് പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല എങ്കിൽ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ് സ്വയമേ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചില ആളുകളാണെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് വരും. അപ്പൊ അത് ആ റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ക്ലാസ് എടുക്കുന്നത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഓൾ മ്യൂട്ട് കൊടുക്കും. നമ്മൾ ഇവിടുന്ന് തന്നെ ടീച്ചേഴ്സ് ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഓൾ മ്യൂട്ട് കൊടുക്കും. ബാക്കിയുള്ള നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെസ്സേജുകളിലൂടെ ക്ലിയർ ചെയ്ത് തരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നതും അധികം സംസാരിക്കാതെ നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാത്തതും ഈ ഒരു റീസൺ കൊണ്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങളെ പറ്റി അറിയാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ താല്പര്യം ഇല്ലാണ്ടല്ല. അപ്പൊ അല്ലെങ്കിൽ വിചാരിക്കും ടീച്ചേഴ്സ് ഭയങ്കര സാധനങ്ങളാണ് അല്ലെ, അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് സംസാരിക്കാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ഈ ഒരു ലിമിറ്റേഷൻ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട്
കിട്ടുന്ന സമയങ്ങളിൽ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മെസ്സേജ് വഴി കഴിക്കാലോ. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കാം എന്ന് മാത്രം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ക്ലാസ് ഒക്കെ തീരുന്ന എന്തെങ്കിലുമൊക്കെ സമയത്ത് 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ നമുക്ക് സംസാരിക്കും കേട്ടോ. അപ്പൊ അത് എപ്പോഴും പ്രതീക്ഷിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതെന്തോന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഓൺലൈൻ ആയതിൻ്റെതായ കുറച്ച് പരിമിതികൾ എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ ഓഫ്ലൈൻ ആവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പും ഉണ്ട് അല്ലെ? ടീച്ചേഴ്സുമായിട്ടും സ്റ്റുഡൻസുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വേറെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് നിങ്ങൾ ക്ലാസ് കാണുന്നു, ടീച്ചേഴ്സ് ഇവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നു. അപ്പൊ നേരിട്ട് നമ്മൾ ആരും ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ആരും ഞങ്ങൾ കാണുന്നില്ല അല്ലെ? ഒരു കോൺവെക്കേഷൻ ഒക്കെ നടത്തും ഇവിടെ. അപ്പൊ കോൺവെക്കേഷൻ വരുമ്പോ പല കുട്ടികളും നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ആരെയും അറിയില്ല. കാരണം നമ്മൾ നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിന്റെ പേരും ആ കളറും സംഭവങ്ങളും മാത്രമേ നമ്മുടെ മൈൻഡിലുള്ളൂ അല്ലെ? നമ്മൾ ആകെ നിങ്ങളുടെ പേര് മാത്രം വെച്ചാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കും, നിന്റെ ക്ലാസ് ആണ് മിസ്, ഞാൻ നിന്റെ ക്ലാസ്സിലെയാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ ആദ്യം ഞങ്ങൾ ചോദിക്കുന്നത് പേരെന്താന്നാ. അപ്പൊ പേര് ഈ പറഞ്ഞ പോലെ ചിലരുടെ പേരൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇതിൽ കിടക്കുന്ന പേരുകൾ വേറെയൊക്കെ ആയിരിക്കും. അപ്പൊ ആ പേര് പറഞ്ഞാലും ഞങ്ങൾ അറിയുള്ളൂ. അല്ലാതെ നിങ്ങൾ സ്വയം ചിലപ്പോ ഓൾറെഡി ഉള്ള പേര് പറഞ്ഞ് ഇതിൽ കിടക്കുന്ന ആ ഒരു പ്രൊഫൈലിലുള്ള പേരുകളുണ്ടല്ലോ, അത് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ദിവസവും തീർന്ന കുട്ടികളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഇത്ര നാള് കഴിഞ്ഞ് നമുക്ക് പരിചയമാവുമല്ലോ. അപ്പൊ അത്രയും കുട്ടികളൊക്കെ അവരുടെ പേരുകൾ നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ഇവര് നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഉള്ളത് കൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും അങ്ങോട്ട് ഉണ്ടാവില്ല. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ പോലും ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാനും അറ്റൻഡ് ചെയ്യാനും ഒക്കെ എളുപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് നല്ലതാണ്. പക്ഷെ ആ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെതായ ആ ഒരു ഇന്റിമസിയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ നേരിട്ട് കണ്ട് ക്ലിയർ ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളത്. ആ ഒരു പരിമിതി നമുക്ക് എപ്പോഴും ഉള്ളത് കൊണ്ടാണ് അധികം സംസാരിക്കാത്തതും അധികം നിങ്ങളുമായിട്ട് ഇടപെടലുകൾ നടത്താൻ പറ്റാത്തത് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മുടെ സമയം പരിമിതി എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറച്ച് ഇപ്പൊ ഒരു 6 മാസം എന്നുള്ള കോഴ്സ് ആണെങ്കിൽ ആ 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിലേക്ക് വരുന്നല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് സംസാരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? പോർഷൻസ് നീങ്ങില്ല. പോർഷൻസ് നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ക്ലാസ് എടുക്കാം. പക്ഷെ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. അതേസമയം നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കറക്റ്റ് ടൈമിനുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് മനസ്സിലാവുകയും വേണം. അതിനനുസരിച്ച് കറക്റ്റ് ടൈമിനുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എക്സാമിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സമയം കിട്ടുന്നത് പോലെയൊക്കെ നമുക്ക് അങ്ങോട്ട് സംസാരിച്ച് പരിചയപ്പെടാം കേട്ടോ വരുന്ന വഴിക്ക്. ഓക്കെ, ശരി. അപ്പൊ വായിച്ചോ കഴിഞ്ഞോ? ക്ലിയർ ആണോ ആ ഭാഗം? അവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ, ശരി. Next, the minimum set of SOPs should be available for. SOP എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ലേ നമ്മള്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ അത് അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോട്ടോ. SOPയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. ഇനി വേറെ ചാപ്റ്റേഴ്സിലും നിങ്ങൾ ഈ ഒരു ടേം പഠിക്കും. SOP ഒന്ന് എഴുതി വെച്ചേ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പൊ ഈ ഒരു എന്താണ് നമ്മുടെ ഈ ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പാലിക്കേണ്ട അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മിനിമം സെറ്റ് ഓഫ് SOPs ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതിപ്പോ റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ് അത് എന്തുമൊക്കെയായി ബന്ധപ്പെട്ട് ലഭ്യമാണ്, അവൈലബിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്. എന്താ? പേഷ്യന്റുമായി ബന്ധപ്പെട്ട് റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യൻസിനെ സ്വീകരിക്കുക. നമ്മുടെ ആ ഒരു കാഷ്വാലിറ്റിയിലേക്ക് പേഷ്യൻസിനെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട നടപടിക്രമങ്ങളെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ലഭ്യമായിരിക്കണം. അതുപോലെ തന്നെ അപ്പൊ ഇത്തരം SOPs ഒക്കെ അവിടെ ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ് ഇവിടെ? ആരും ഉറപ്പുവരുത്തേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം.
അപ്പൊ പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിനെ ആ ഒരു കാഷ്വാലിറ്റിയിലേക്ക് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അത് എങ്ങനെയായിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യൻസിനെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആയിരിക്കണം. ട്രയേജ് ഓഫ് ദ പേഷ്യൻസിന്റെ ട്രയേജ് സെക്ഷനിലേക്ക് കടത്തിയിട്ട് അവരെ ട്രയേജ് ചെയ്യുന്നു, പേഷ്യൻസിന്റെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു, തരംതിരിക്കുന്നു അല്ലെങ്കിൽ വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വേണം. അതുപോലെ തന്നെ റെഫറൽ ഓഫ് ദ പേഷ്യന്റ്, എന്താ പേഷ്യൻസിന്റെ റെഫറലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ, പേഷ്യൻസിന്റെ റെഫറലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യൻസിന്റെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ബ്ലോട്ടിംഗ് ഡെഡ് കേസസ്, ഇപ്പൊ ഒരു മരണപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്, അതായത് ഇപ്പോ ഡെഡ് കേസുകൾ ഉണ്ടാവുമല്ലോ, അത്തരം കേസുകൾ ചിലപ്പോൾ കാഷ്വാലിറ്റിയിൽ വന്ന മധ്യേ മരിച്ചതാവാം, കാഷ്വാലിറ്റി എത്തിയ ഉടനെ മരിച്ചതാവാം. അപ്പൊ അത്തരത്തിലുള്ള ഡെഡ് കേസുകളുണ്ട്, കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള അവൈലബിൾ ആക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വേണം. കോഡ് ബ്ലൂ, എന്താ കോഡ് ബ്ലൂ കേട്ടിട്ടുണ്ടോ? കോഡ് ബ്ലൂ ഇപ്പൊ എമർജൻസി, ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ഒക്കെ ഇല്ലേ, അത്തരം കാർഡിയാക് അറസ്റ്റ് കാര്യങ്ങൾ, അത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ് കോഡാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. ആ ഒരു കോഡ് ബ്ലൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള എന്താണ് എമർജൻസി സിറ്റുവേഷൻസ്, ലൈഫ് സേവിംഗ് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത്തരം സിറ്റുവേഷനിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ മെഡിക്കോ ലീഗൽ കേസസ് ആണ് വന്നിരിക്കുന്നെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്, ചികിത്സാപരമായി നമ്മൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള SOPs അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അവിടെ ഒരു മിനിമം സെറ്റ് അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അത്തരത്തിൽ ഇത് ഏത് സിറ്റുവേഷൻ വന്നാലും അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള SOPs ആണത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, പേഷ്യന്റിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, പേഷ്യന്റിന്റെ ട്രയേജുമായി ബന്ധപ്പെട്ട്, ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്, റെഫറലുമായി ബന്ധപ്പെട്ട്, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട്, ഡെഡ് കേസസ് വന്നിട്ടുള്ള ഡെഡ് കേസസുമായി ബന്ധപ്പെട്ട്, കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ട്, മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അത് അവൈലബിൾ ആണോ, ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത്, അല്ലാത്തത് ഏതെന്ന് ചോദിക്കാറുണ്ട്. SOPയുടെ എക്സ്പാൻഡ് ഫോമും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളേ. പിന്നെ ഒരെണ്ണം ചോദിക്കാവുന്നത് SOPയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. അതുപോലെ തന്നെ മിനിമം സെറ്റ് ഓഫ് SOPs ഏതൊക്കെ ഒരു എന്താണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിരിക്കണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴും ഇതിൽ ഇൻക്ലൂഡഡ് ആയത്, ഇൻക്ലൂഡഡ് അല്ലാത്ത ചെയ്ത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടൊക്കെ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിൽ നിങ്ങൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഗുണനിലവാര സൂചികകൾ. അതായത് ഇപ്പൊ ഈ ഒരു കാഷ്വാലിറ്റിയിൽ നടക്കുന്ന പ്രോസസ്സുകളുടെ, ഒരു കാഷ്വാലിറ്റിയിൽ പേഷ്യൻസിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അവരെ ട്രൈ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റുകളും ആവശ്യമായ പ്രൊസീജിയേഴ്സും കൊടുക്കുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ആ ഒരു കാഷ്വാലിറ്റിയിൽ വെച്ച് പേഷ്യൻസിന് നൽകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ക്വാളിറ്റി, അതായത് ഇവർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ സർവീസുകളുടെയും ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ അളക്കുന്നതിന് വേണ്ടി ഒരു മെഷർമെന്റ് ആണ് ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ, ആ കാഷ്വാലിറ്റിയിൽ നിന്ന്
പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷർ അല്ലെങ്കിൽ ഒരു അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പല ഇതുപയോഗിച്ച് പല മെത്തേഡുകൾ അല്ലെങ്കിൽ പല ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ആ കാഷ്വാലിറ്റിയുടെ ആ ഒരു സർവീസിന്റെ ഗുണനിലവാരം അളക്കാൻ പറ്റും. മനസ്സിലായോ? അത് എന്താന്ന് മനസ്സിലായോ? അപ്പൊ അതില് പല പല ഏരിയാസിൽ ഇപ്പൊ ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് കൊടുക്കുന്ന സർവീസുകളുടെ അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടും ചിലപ്പോ പേഷ്യൻസിന് ആ ഒരു ഡോക്ടറെ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്തായിരിക്കും ചിലപ്പോ ആ പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നത്. അപ്പൊ ഒരു കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ആളുകളാണ് അല്ലെ, എമർജൻസി സിറ്റുവേഷനോട് കൂടി വരുന്ന ആളുകളല്ലേ. അപ്പൊ അവർക്ക് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത്തരം കാര്യങ്ങള് ഒരുപാട് സമയം എടുത്താണ് കിട്ടുന്നതെങ്കിൽ ആ കാഷ്വാലിറ്റിയിൽ നല്ല ക്വാളിറ്റി കെയർ ആണ് കൊടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഒരുപാട് സമയം എടുത്താണ് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നല്ലൊരു എന്താണ് ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് പേഷ്യൻസിന് ഇവിടെ നിന്നുള്ള സർവീസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇവിടെ വന്നു പോകുന്ന പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കും. അത് വെച്ചിട്ട് ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുലയും കാര്യങ്ങളോട്ട് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ 3rd and 4th മോഡ്യൂളിലേക്ക് വരുമ്പോൾ അത് പഠിക്കുന്നുണ്ട്. അവിടെ 4th മോഡ്യൂൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫോർമുലയൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഫോർമുലയൊക്കെ ഉപയോഗിച്ച് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ പെർസെന്റേജ് എടുക്കും. എത്ര ശതമാനത്തോളം ആളുകൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത്. അപ്പൊ എക്സ്പീരിയൻസിനനുസരിച്ച് നല്ല റിവ്യൂസും നല്ല ഫീഡ്ബാക്കുകളാണ് കിട്ടുന്നതെങ്കിൽ നല്ല ക്വാളിറ്റിയുടെ സർവീസ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവും അല്ലേ. നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ അവിടെ നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എത്രത്തോളം സമയം എടുത്തു, ഉടനെ കിട്ടിയോ അല്ലെങ്കിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു, അതുമായി ബന്ധപ്പെട്ട റേറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ പെർസെന്റേജ് എടുക്കുന്നു. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് സമയം വൈകിയാണ് ട്രീറ്റ്മെന്റ് കിട്ടിയതെങ്കിൽ അതിനർത്ഥം അവിടെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നല്ലേ അല്ലേ. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ വഴി നോക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നൊരു ഫീസ് പറഞ്ഞുതരാം. അപ്പൊ അതിന് മുൻപ് വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.